ഹലോ. ബാബുച്ചേട്ടാ, അജയഭൂഷാണ് ചേട്ടാ. പറയാ ചേട്ടാ, നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ ബാക്കി നമ്മുടെ പുതിയ ആൾക്കാരെല്ലാം കൂടെ ഒന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് നാളെ ഒരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി ബാബുച്ചേട്ടൻ്റെ കാര്യത്തിലെ. അപ്പോൾ അത് എങ്ങനെ എന്ത് ചെയ്യണം ചേട്ടാ? അത് എങ്ങനെ വേണം നമുക്ക് തുടങ്ങാൻ? ഒന്നുകിൽ നിങ്ങള് KSFDCയുടെ മുമ്പില് 2 ബോർഡ് എഴുതി ഉണ്ടാക്കി വെക്കണം. 2 ബോർഡ് എഴുതി കൊണ്ടുവന്ന് വെക്കുക വലുത്. അപ്പം മാധ്യമങ്ങൾ അത് കവർ ചെയ്യും. 2 നിങ്ങള് പ്രസ് ക്ലബിൽ പോയിട്ട് ഇതിന്റെ ഒരു നോട്ടീസ് ആയിട്ട് റെഡിയാക്കിയിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും വിതരണം ചെയ്യാം. അപ്പൊ അവര് മാധ്യമങ്ങൾ കവർ ചെയ്തു. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് പ്രസ് മീറ്റ് നടത്തും. അല്ലെങ്കിൽ പിന്നെ നിങ്ങള് കുറച്ചുപേര് സംഘടിപ്പിച്ച് KSFDCയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ധർണ നടത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം പ്രകടിപ്പിച്ച് നടത്തുന്നോ പറഞ്ഞിട്ട് മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് ഷൂട്ട് ചെയ്യും. ഇതൊക്കെ അല്ലെങ്കിൽ നേരെ കൈരളിയിട്ടുണ്ടോ മൊത്തത്തേക്ക് മാറ്റണം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടനുസരിച്ച് ചെയ്യണം. പക്ഷെ ഇപ്പൊ ചേട്ടൻ രാജി വയ്ക്കണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രസ്താവനയാണ് ഇപ്പൊ നമ്മളൊരു മാനസികമായിട്ട് തകർത്തത്. അല്ല, രാജി ഇപ്പൊ ഒരു കോംപ്രമൈസ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും രാജിവെക്കാൻ പോവാ. ഉണ്ണിത്താനും ഈ 3 രാഷ്ട്രീയക്കാരെ ഒഴിച്ച് ഇപ്പൊ പുതിയത് വന്ന കമ്മിറ്റിയിലെയും സിനിമാക്കാരെ മുഴുവൻ രാജിവെപ്പിക്കാനുള്ള പരിപാടിയാണ്. അല്ല, അപ്പൊ എന്നാലും ചേട്ടൻ തിരിച്ചു വരൂലേ? അല്ല, അപ്പൊ പിന്നെ വേണമെങ്കിൽ ഒരു കോംപ്രമൈസ് ചർച്ച വരുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് വരാനെന്ന് പറഞ്ഞാൽ വരുന്നതിൽ എനിക്ക് പോയില്ല. നമ്മളിപ്പോ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ കരിങ്കാലിയായി പോകും. അല്ല, അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ നമുക്കൊരു ഇതായി പോകല്ലേ. അതെല്ലാരും പറയാ ഇതുപോലെ അവന് സാധനം കിട്ടി അവിടെ നിന്ന് കണ്ടിരിക്കാന്ന് പറയും. അത് ഈ നിങ്ങളുടെ ഒരു പ്രതികരണം നാളെ സ്റ്റാഫിനെയും കൊണ്ടും കൂടി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൽ വലിയ മാറ്റം വരും. അതെ. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു വലിയൊരു തിമിംഗലമാണ്. രാജ്മോഹൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല അയാളുടെ എനിക്ക് ഒരു അറിവെന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു ഇന്നോവേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് 2 പേര് രാജേഷും രമേഷും ആണെന്ന് തോന്നുന്നു. എനിക്ക് പേര് അത്ര വ്യക്തമായിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ ചേട്ടനെ വിളിച്ച് പറഞ്ഞതാ. അവരെന്തോ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. കാര്യം അല്ലെങ്കിൽ ഈ ബാക്കി നിൽക്കുന്നവർ ചേട്ടന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം കൈയിട്ട് പോവുകയും ചെയ്യും, അവസാനം ഒറ്റയ്ക്കാവുകയും ചെയ്യും. എനിക്കത് വളരെ 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 സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വളരെയധികം കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ അതുകൊണ്ട് അവരുടെ 2 കോടി രൂപയുടെ സാമ്പത്തിക എന്തോ ക്രമക്കേടാണ്, അല്ലെ അവരുടെ വേറെ എന്തോ കമ്മീഷനോ അങ്ങനെ എന്തോ കാര്യങ്ങളാണ് അവർ വ്യക്തമായിട്ട് എനിക്ക് രാവിലെ കിട്ടും. അത് ഇപ്പൊ ചേട്ടന്റെ പേരാണ് അവന്മാര് പറയുന്നത്. അതിന് ഏത് അതൊരു സീറ്റിംഗ് കമ്പനിയോ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ നവീകരിച്ചതിനെ സംബന്ധിച്ച ഒരു സീറ്റിംഗ് കമ്പനിയോ എന്തോ MD ആണ്. പിന്നെ അതിലൊന്നും നമ്മളൊരു കേരളാസ് പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഇല്ലല്ലേ? ഇതെല്ലാം നേരിട്ട് അവരുടെ ഡിസിഷണറി പവറിലുള്ളതാണ്. നമ്മളെ എന്റെ അധികാര പരിധിയില് വരുന്നതേ ഇല്ല. ഞാൻ അവിടുത്തെ മെയിനായിട്ട് ചാർട്ടിങ് തിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അല്ല, അതൊന്നും പ്രശ്നമില്ല. അത് പ്രശ്നം. അപ്പൊ നമ്മൾ ഇതിന് സംവിധാനങ്ങൾ നമ്മൾ നാളെ ഉണ്ടാക്കാം. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള ആളെ നമ്മൾ നേരിടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മള് അയാളെ മാറ്റണം നിങ്ങൾ പറയേ വേണ്ട. നിങ്ങളെ അങ്ങനെ മാറ്റണം എന്ന് പറയാനേ പോണ്ട. നിങ്ങൾ ഇവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. കാരണം അവരെ ആ പോസ്റ്റിലുള്ളത് കൊണ്ടാണ് ഇത് തിയേറ്റർ നന്നായി പോയത് എന്നുള്ള പോയിന്റ് പിടിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ അപാകതകൾ നടത്തിക്കൊണ്ട് ഈ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കണം. അങ്ങനെ ഒരു ലൈനിലേക്ക് പോയാൽ മതി. ഓരോ വ്യക്തിയെ കുറ്റം പറയാൻ പോണ്ട. അതെ. പക്ഷെ അല്ല, നമ്മൾ അദ്ദേഹത്തിനെതിരെ നീങ്ങുമ്പോ അദ്ദേഹം നാളെ നമുക്കൊരു പ്രശ്നത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ പേര് പറയണ്ട. ഇവിടെ എഫിഷ്യന്റ് ആയിരുന്ന കുറെ ആൾക്കാരെ നിങ്ങൾ എടുത്ത് മാറ്റുന്നത് ശ്രദ്ധിക്കണം. അവരെ തിരിച്ചു കൊണ്ടുവരണം. ഞാനിപ്പോ അറിഞ്ഞെന്ന്